ഒരു ചേട്ടൻ പറഞ്ഞു ലോകത്തിലെ 2 വലിയ സംഭവങ്ങൾ ഇവിടെ അടുത്തുണ്ടെന്ന്. എന്നാൽ പിന്നെ അത് നമുക്കൊന്ന് കാണാം. എല്ലാവർക്കും നമ്മുടെ സ്വന്തം ചാനലായ മല്ലു സോളോ ട്രിപ്പറിലേക്ക് സ്വാഗതം. വെൽക്കം ടു ദി മല്ലു സോളോ ട്രിപ്പർ. കൊച്ചിയിലെ മട്ടാഞ്ചേരിക്ക് അടുത്തുള്ള കായൽ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെല്ലുന്നത്. പക്ഷേ അധികം വൈകാതെ അത് സംഭവിച്ചു. നല്ല മഴ. അപ്പോൾ പിന്നെ കായൽ ഷൂട്ട് ചെയ്യാനുള്ള മൂടൊക്കെ അങ്ങ് പോയി. ഓപ്പോസിറ്റ് സൈഡുള്ള ഡച്ച് പാലസും അതുപോലെ തന്നെ പഴയന്നൂർ ഭഗവതി ക്ഷേത്രവും സന്ദർശിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. തിരക്കൊഴിഞ്ഞപ്പോൾ ഞാൻ പാലസിൻ്റെ പുറത്ത് നിന്ന് നന്നായിട്ട് ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മുകളിൽ ഒരു മ്യൂസിയം ഉണ്ടെന്ന് അറിയുന്നത്. 5 രൂപയാണ് അവിടേക്ക് കയറാനുള്ള ചാർജ്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാമെന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുമ്പോഴാണ് വേറൊരു സംഭവം അറിയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ല എന്നുള്ളത്. പിന്നെ ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കാം. മൊബൈലിൽ ആർക്കും ഫോട്ടോ എടുക്കാം. കുറച്ച് ഫോട്ടോ വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത്. ഈ ഫോട്ടോ എടുക്കുന്നതിൽ തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വേറെയുണ്ട്. കാരണം ചില പെയിൻറ്റിങ്സും ചില സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് സെക്യൂരിറ്റികളുണ്ട്. അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പാടില്ല. പക്ഷേ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിൽ പരതി കഴിഞ്ഞാൽ ഈ സംഭവങ്ങളെല്ലാം ഇൻ്റർനെറ്റിൽ സുലഭമാണ്. ഉദാഹരണത്തിന് രാമായണം വിവരിക്കുന്ന ഒരു പെയിൻറ്റിങ്സ് ഉണ്ട്. അവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. പക്ഷേ അത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. എന്താണ് അങ്ങനെയെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അമ്പലം കാണാമെന്ന് വിചാരിച്ച് വായിച്ച് താഴേക്ക് വന്നപ്പോഴാണ് ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല എന്നുള്ള ബോർഡ് കണ്ടത്. അപ്പോൾ പുറത്ത് നിന്ന് ഞാൻ ഷൂട്ട് ചെയ്തു അമ്പലം. ഓരോ മതത്തിനും അതിൻ്റേതായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എന്തായാലും കുറച്ച് കൂട്ടുകാർ അമ്പലമൊക്കെ കണ്ട് സന്തോഷത്തോടെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അവരുടെ സന്തോഷത്തിൽ ഞാനങ്ങ് പങ്കുചേരുകയാണ്. അങ്ങനെ അമ്പലവും പാലസും പുറത്തു നിന്ന് വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മടങ്ങുമ്പോഴാണ് പാലസിൻ്റെ വാതിലിൽ പഴയ കോയിൻസൊക്കെ വെക്കുന്നൊരു ചേട്ടനെ കണ്ടത്. അപ്പോൾ പുള്ളിയുടെ ഒരു വീഡിയോ എടുത്ത് പുള്ളിയും ഹാപ്പി, ഞാനും ഹാപ്പി. ഇനി എന്താണ് മട്ടാഞ്ചേരിയിൽ അടുത്തതായി കാണേണ്ടതെന്നുള്ള അന്വേഷണത്തിനൊടുവിൽ ഒരു ചേട്ടൻ പറഞ്ഞു, ഇവിടെ അടുത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ 2 സംഭവങ്ങളുള്ളത്. എന്നാൽ പിന്നെ നമുക്കത് കണ്ടേക്കാം. ഈ മുകളിൽ ഓണത്തിന് പൂക്കളം ഇട്ടിട്ടുള്ള പോലെയുള്ള വിവിധ വർണ്ണങ്ങളിൽ കാണുന്ന സാധനങ്ങൾ എന്താണെന്നറിയോ? ചന്ദനത്തിരികളാണ്. കൊള്ളാലേ? ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം വരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഹാൻഡ് മെയ്ഡ് ചന്ദനത്തിരി. 412 കിലോ ഭാരവും 69 അടി നീളവുമുള്ള ഈ ചന്ദനത്തിരി കത്തിച്ചു വെക്കുകയാണെങ്കിൽ ഇത് കത്തിത്തീരാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1 മാസത്തിനേക്കാളും കൂടുതലാണ്. 2 മാസം കൊണ്ട് 12 ലേബേഴ്സ് നിന്നുകൊണ്ടാണ് ഈ ചന്ദനത്തിരി നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഇത് ഷോക്കേസ് ചെയ്തിട്ടുള്ളതും ഇത് മാനുഫാക്ചറിങ് ചെയ്തിട്ടുള്ളത് IRS പെർഫ്യൂം ഫാക്ടറി കൊച്ചിയിലാണ്. ഇവർ ഇതുകൊണ്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല. ഈ കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പെർഫ്യൂം ബോട്ടിൽ. ഈ ബോട്ടിലിൻ്റെ കപ്പാസിറ്റി 3600 ലിറ്ററാണ്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് മെറ്റലും അക്രലിക്കും വെച്ചിട്ടാണ്. ബോട്ടിലിൻ്റെ ഉയരം 10 ഫീറ്റാണ്. മാത്രമല്ല ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലാത്ത ജാസ്മിൻ പെർഫ്യൂം 3600 ലിറ്റർ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോക്കാണ്. നമ്മൾക്കിത് കാണണമെങ്കിൽ വേറെ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് 100% ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്. ചിലപ്പോൾ ഇവരൊരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇവരുടെ ആദ്യം കാണുന്ന കൗണ്ടർ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമിൻ്റെ വലിയ കൗണ്ടർ കഴിഞ്ഞിട്ട് വേണം ഇത് കാണാൻ വരാൻ. പക്ഷേ ഇത് കാണാൻ വരുന്നവരെ ഇവർ വളരെ നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവർ നമുക്ക് അത് പറഞ്ഞു തരും. പ്രധാനമായിട്ട് ഇവർ ചെയ്യുന്നത് ഒരു പെർഫ്യൂമിൻ്റെ വലിയ കൗണ്ടറും അതുപോലെ തന്നെ അഗർബത്തിയുടെ വേറൊരു കൗണ്ടറുമാണ് ഇവർക്കുള്ളത്. അവിടെയൊക്കെ നല്ല തിരക്കാണ്. കാണിക്കണം എന്നുണ്ടായിരുന്നു, അവിടെയൊക്കെ ഷൂട്ട് ചെയ്യണം എന്നെനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ചില കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് അവിടെ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും കൊച്ചിയിൽ വരികയാണെങ്കിൽ ഇതൊന്ന് വന്ന് കണ്ടേക്ക്. ഒരു ചെറിയ കൗതുകം ഉണ്ടാവും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടികൾക്കല്ല, മുതിർന്നവർക്കും ഇതൊരു പുതിയൊരു അനുഭവമായിരിക്കും. പെർഫ്യൂമിൻ്റെയും ചന്ദനത്തിരിയുടെയും ഒക്കെ ഒരു മേക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. സോ ഇനി കൊച്ചി വരുമ്പോൾ എന്തായാലും IRS പെർഫ്യൂം ഫാക്ടറി സന്ദർശിക്കൂ. എന്തായാലും എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു കൗതുകമായിരുന്നു ഇവിടെ വന്ന് കണ്ടപ്പോൾ. നിങ്ങൾക്കും അത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹായ്, ഇതെൻ്റെ 3ാമത്തെ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും ഈ ഇൻഫർമേഷൻസും ആധികാരികമായിട്ടുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്നതല്ല. സ്ഥിരമായിട്ട് ചിലപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് സംസാരിച്ചിട്ട് കിട്ടുന്നതായിരിക്കും. ചിലപ്പോൾ പരിസരത്ത് ഓട്ടോ ഡ്രൈവർമാരുണ്ടാവും, അതുപോലെ തന്നെ കടക്കാരുണ്ടാവും. അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടാണ് പല ഇൻഫർമേഷനും നമുക്ക് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നതിൽ മിസ്റ്റേക്ക് സംഭവിക്കാനും സാധ്യതയുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് എൻ്റെ വീഡിയോയിൽ പറ്റുന്നതോ പറയുന്നതോ കാര്യങ്ങളിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻ്റായിട്ട് ചെയ്യണം. കാരണം വീഡിയോ നമുക്ക് എന്തായാലും തിരുത്താൻ പറ്റില്ല. അപ്പോൾ കമൻറ്റ് നോക്കുമ്പോൾ ആൾക്കാരെ ഞാനൊരു മിസ്ലീഡ് ചെയ്യുന്നു എന്നുള്ളൊരു സംഭവം ഉണ്ടാവരുതല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും തുടർന്ന് കാണുക. പിന്നെ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് തുടർന്നും കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.